Hello, good afternoon. Good afternoon. Good afternoon. ആർക്കും good afternoon പറയാൻ പറ്റില്ല? Good afternoon, ma'am. Yes, അതാണ് ശരി. ഒരു good afternoon എങ്കിലും നമ്മൾ കേൾക്കണ്ടേ തിരിച്ച്. Good afternoon, ma'am. Yes, good afternoon. Thank you. അതായത് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. That's okay. പക്ഷേ കുറച്ചും കൂടി ഒരാളുടെ ഒരു അവിടെ നിന്നുള്ള റെസ്പോണ്ടിങ് സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാമെന്നുള്ളൊരു ബോധ്യം വരുമല്ലോ. അതിനാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ കേൾക്കുന്ന കേൾവിക്കാർ അവിടെ ഉണ്ട് എന്നൊന്ന് കൺഫേം ചെയ്യുക തന്നെയാണ് ഒരു തിരിച്ചൊരു ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ്. എന്താണ് നമ്മളിപ്പോ ഒരു ക്യാമറാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ആയതുകൊണ്ട് അതിന്റെ ഒരു അതൊന്ന് കൺഫേം ചെയ്യാം. എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ആരും ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞപ്പോ തിരിച്ചാരെങ്കിലും പറയുമ്പോ എല്ലാവരും അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയാൻ പറയുന്നത്. ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒരാൾ പറഞ്ഞാലും എനിക്ക് നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ഞാൻ കൺസിഡർ ചെയ്തോളാം. ഓക്കെ, ആരെങ്കിലും തിരിച്ചു പറഞ്ഞാൽ മതി. നമ്മുടെ ടൈമിൽ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ പറയുമ്പോൾ തിരിച്ചു തുടങ്ങും. ഓക്കെ, സോ നമ്മള് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. വായിച്ചു നോക്കുന്നുണ്ടോ? എടുക്കുന്ന ഭാഗം വായിച്ചു നോക്കുന്നുണ്ടോ? എടുക്കുന്ന ഭാഗം ഇവിടെ കാണിച്ചിരിക്കുന്ന പേജ് നമ്പർ ആണോ എന്ന് എനിക്കറിയില്ല. ദിസ് ഈസ് അവർ പേജ് നമ്പർ 72 വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. 73 പേജ് ഓൺവേർഡ്സ് ആണ് പഠിക്കാനുള്ളതെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ അല്ലേ? യെസ്, അതെ, അത് തന്നെയാണ്. 73rd പേജ് തുടങ്ങിയാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. 72 പേജ് നമ്പർ 72 അത് നമ്മൾ കഴിഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ലേണിംഗ് ദ ടോപ്പിക് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആണ് കേട്ടോ. മാനേജ്മെന്റ് അതായത് നമ്മുടെ മാനേജ്മെന്റ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്. സോ വി നോ ദാറ്റ് ത്രൂ മാനേജ്മെന്റ് ഹാവ് ടു ബി ഡെവലപ്ഡ്. അതായത് നമ്മൾ ഓരോ അവരുടെ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്ഡ് ആകണം. എന്ന് വെച്ചാൽ കൊടുക്കുന്ന ട്രെയിനിങ് ഒക്കെ സഫീഷ്യന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ നോക്കിയൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നത്. അവരുടെ പെർഫോമൻസ് നമ്മൾ അസസ് ചെയ്യുന്നത് ഓൾ തിങ്സ് അല്ലെ. അപ്പൊ അവര് ഡെവലപ്ഡ് ആകുക. ആൻഡ് ഓൾസോ അവർ ഡെവലപ്പ് ആകുന്നതോടൊപ്പം തന്നെ വി ഹാവ് ടു ഗീവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ എംപ്ലോയീസ് ടു ഡെവലപ്പ്. എംപ്ലോയീസിന് വളരേണ്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഒരുക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഏതോ ഒരു ജോലിക്ക് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു, നമ്മൾ അതിന് അപ്ലൈ ചെയ്തു, നമ്മൾ ഇന്റർവ്യൂയിലൂടെയും മറ്റു രീതിയിൽ നമ്മൾ സെലക്ടഡ് ആയി, നമ്മളെ റിക്രൂട്ട് ചെയ്തു. ആ റിക്രൂട്ടിംഗ് പൊസിഷൻ ഏത് പൊസിഷനിലാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ആ കയറിയപ്പോ ഉള്ള ഒരേ ലെവലിൽ തന്നെ ആയിരിക്കില്ല. കുറെ മാസങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഇയേഴ്സ് പിന്നിടുമ്പോ നമ്മുടെ പൊസിഷൻ നമ്മൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ അത് അവർക്ക് കൊടുത്ത്. ഇപ്പൊ ഇഫ് ഐ ഹാവ് സം എക്സ്ട്രാ കാലിബർ, അതായത് ഇവരുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടുള്ളതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കില്ല് കാലിബേഴ്സ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് അത് വെച്ച് ഡെവലപ്പ് ആകാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണ് മാക്സിമം ഓരോ എംപ്ലോയീസിനെ ആ ഓർഗനൈസേഷനിൽ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അവരുടെ ഉള്ളിലുള്ള ഓരോ കഴിവും അറിയണം അല്ലെ. അപ്പൊ അതനുസരിച്ച് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാം അല്ലെ. പിന്നെ ആൾക്കാർ ഇപ്പൊ ടീച്ചറിന് ടീച്ചിങ്ങിന് മാത്രമല്ല കഴിവുള്ളത്, മറ്റേതൊക്കെയോ കഴിവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ അതിനാണ് ഇവരുടെ പെർഫോമൻസുകളൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നത്. എംപ്ലോയീസ് ജോലിക്ക് കയറിയിട്ട് അവരുടെ വഴിക്ക് വിടുകയല്ല ചെയ്യുന്നത്. അവർ ജോലി ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫ്രം എനി ടൈം ഒരു ഫിക്സഡ് പീരീഡ് ഒക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ ഒന്ന് വിലയിരുത്തുക. അവർ പെർഫോം ചെയ്യുന്ന രീതികൾ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ സോ ദാറ്റ് വി കൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് അവർ സ്കിൽ ആൻഡ് കാലിബേഴ്സ് ഓർ അതർ പൊട്ടൻഷ്യൽസ് ദ അതർ എംപ്ലോയീസ് ഹാവ്. അവരുടെ പൊട്ടൻഷ്യൽസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് മാനേജ്മെന്റിന് സാധിക്കും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോ അതിലൂടെ മാനേജ്മെന്റിന് പുതിയ പുതിയ കാര്യങ്ങൾ അവരിലെ എന്താ പറയാ ടാസ്കുകളൊക്കെ ആണെങ്കിലും അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക അല്ലെ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് അതിൽ നിന്നും കൂടി റിസൾട്ട് ഉണ്ടാക്കുക. സോ ദാറ്റ് അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, എനിക്ക് വേറെ ഒരു കഴിവുണ്ടെന്ന് അറിയുന്നു. അപ്പൊ എന്നോട് പറയണം ഇന്ന ജോലി ഒരു ടീച്ചർ അപ്പൊ ചെയ്യണം, അല്ലെങ്കിൽ ഇതും കൂടി വന്ന ടീച്ചർ മാനേജ് ചെയ്യണം എന്ന് പറയാണ്. അപ്പൊ സോ ഐ ക്യാൻ ഡെവലപ്പ് മൈ ദാറ്റ് സ്കിൽ ഓൾസോ.
ആ കഴിവ് കൂടി എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, അപ്പൊ 2 കഴിവായി. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് അത് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാ പറയുന്നത്. എസെൻഷ്യൽ ആയിട്ടുള്ള അത്തരം ഡെവലപ്മെന്റൽ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് അതിനുള്ള പ്രോഗ്രാംസ് കണ്ടിന്യൂ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ദേ ക്യാൻ മേക്ക് ഡെവലപ്ഡ് ഇൻ ഓൾ വേസ്. എല്ലാ രീതിയിലും മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിനെ ഡെവലപ്ഡ് ആക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരും എത്തിയോ? ഇപ്പൊ 12 പേരുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സോ നമ്മുടെ 3 പോയിന്റ് ആണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് അസംഷൻസ് ബിഹൈൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സങ്കല്പങ്ങളാണ്. ചില പഠനങ്ങളൊക്കെ സാങ്കല്പികമാണ്. എന്ന് വെച്ചാൽ ഇന്നതാണ് നമ്മൾ എന്താ പറയാ സങ്കല്പിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ പഠനങ്ങൾ നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ പിന്നിലുള്ള ചില അസംഷൻസ് ആൻഡ് കൺസേൺസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് 3 പോയിന്റ്സ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മുടെ 4th point, there always exists a gap between the required performance level and also the capacity of an individual. അതായത് അപ്പൊ വീണ്ടും പറയാണ്, ഈ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ. നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഒരു എംപ്ലോയിയിൽ നിന്നും ഓരോ എംപ്ലോയീസിൽ നിന്നും നമ്മൾ ഇത്രയാണ് പ്രതീക്ഷിക്കുന്നത്, റിക്വയർഡ് പെർഫോമൻസ് ലെവൽ. ഇവർ നമ്മൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് ലെവലാണ് നമ്മൾ ആവശ്യം. നമുക്ക് ഇന്ന ഒരു കാര്യം സാറ്റിസ്ഫൈഡ് ആകണം, നിങ്ങളുടെ ജോലി ഇന്നതാണ്, അത് ഞങ്ങൾക്ക് നേടിത്തരണം, അല്ലെങ്കിൽ ആ ജോലി നിങ്ങൾ ചെയ്തു തരണം എന്ന് നമ്മൾ ഓരോ ടാസ്കുകൾ അല്ലെങ്കിൽ ഓരോ ജോബ് ഇങ്ങനെ അലോട്ട് ചെയ്ത് എംപ്ലോയീസിന് കൊടുക്കുന്ന സമയത്ത് നമ്മളത് കൊടുക്കുന്നു. പക്ഷേ ആക്ച്വൽ കപ്പാസിറ്റിയിലേക്ക് നോക്കുമ്പോൾ, അതായത് അവരുടെ ഓരോരുത്തരുടെയും അതനുസരിച്ച് അവർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അത് എപ്പോഴും അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകാറുണ്ട്. മനസ്സിലായി? നമ്മൾ എത്രയാണോ നമ്മൾക്ക് വേണ്ട ഒരു പെർഫോമൻസ് ലെവല്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, എംപ്ലോയീസ് ആർ നോട്ട് റീച്ചിങ് ടു പർട്ടിക്കുലർ ലെവൽ ഓഫ് പെർഫോമൻസ്. ആ ഒരു ലെവലിലേക്ക് അവർ എത്തുന്നില്ല. ദർ ഓൾവേസ് എക്സിസ്റ്റ് എ ഗ്യാപ്പ്. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന്. അതിപ്പോ നമ്മളൊരു ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്നവര് നമ്മളതെ ഇപ്പൊ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിലേ നമുക്കത് എണ്ണം പറയാം. അതെ, ഇത്ര യൂണിറ്റ് ആണ് 1 വീക്കിൽ യു ഹാവ് ടു പ്രൊഡ്യൂസ് ദിസ് മച്ച് യൂണിറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കൊമോഡിറ്റി. ഇന്ന വസ്തുവിന്റെ ഇത്ര യൂണിറ്റ് നീ ഉത്പാദിപ്പിക്കണം, അല്ലെങ്കിൽ ഇത്ര പർട്ടിക്കുലർ എന്താ പറയാ പാർട്ട് ഓഫ് ദി ജോബ്. നിങ്ങൾക്ക് ഒരു ജോലി തന്നിരിക്കുകയാണ്, ഇതിന്റെ ഒരു 1/4 ഭാഗം, ഒരു 1/4 ഭാഗം, 1/4% അല്ലെങ്കിൽ 25% ഓഫ് ദി ജോബ് നീ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെ കൊടുക്കുന്നു. അതാണ് നമുക്ക് വേണ്ട ഒരു പെർഫോമൻസ് ലെവൽ. ഓക്കെ, വി ഹാവ് ടു കംപ്ലീറ്റ് ദാറ്റ് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി ഓഫ് ദാറ്റ് ജോബ്. ആ ജോബിന്റെ ആ ഗുണങ്ങളും അതുപോലെ തന്നെ അത്രയും എണ്ണവും ഒക്കെ പറഞ്ഞിരിക്കുന്ന അത്രയും തന്നെ ചെയ്തു കൊടുക്കണം. പക്ഷെ ആക്ച്വൽ ലെവലിലേക്ക് നമ്മൾ പെർഫോമൻസ് കഴിഞ്ഞ് ആ ഒരു വീക്ക് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ ആ ഒരു ആക്ച്വൽ പെർഫോമൻസ് എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ പെർഫോമൻസിലേക്ക് വരാറില്ല പലപ്പോഴും. അത് ഒരു വലിയ പോരായ്മയാണ്. മനസ്സിലായോ? അപ്പൊ അത് വരാറില്ല, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, മാനേജ്മെന്റ് ഹാവ് ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു ഫിൽ ദാറ്റ് പർട്ടിക്കുലർ ഗ്യാപ്പ് ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഗിവ് ചാൻസസ് ഫോർ ദ ഇംപ്രൂവ്മെന്റ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവരോട് പറയണം, അതെ നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രയാണ് നിങ്ങളുടെ റിക്വയർഡ് ലെവൽ വേണ്ടതെന്ന്. പക്ഷെ ഈ ഒരു വീക്കിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അവരെ അതിലേക്ക് എത്തിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന് എന്തെങ്കിലും പ്രോഗ്രാമുകളോ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആ എംപ്ലോയിയുടെ പെർഫോമൻസ് ലെവൽ വർദ്ധിപ്പിക്കാം. ആ ഒരാളുടെ പെർഫോമൻസ് ലെവൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ സ്വന്തം ഇൻഡിവിജ്വലി പേഴ്സണലി ആൾക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാകുക എന്ന് തന്നെയാണ് അർത്ഥം. അല്ലേ? അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ നിങ്ങൾ, ആണോ? ഉച്ച സമയമായതുകൊണ്ട് ഒരു തിരിച്ചിങ്ങോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുക്കാട്ടോ, അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു കമന്റ് ആയിട്ടോ എന്തെങ്കിലും മെസ്സേജ് ആയിട്ടോ ഇട്ടാൽ മതി, ഒരു സംഭവം എന്തെങ്കിലും റിയാക്ഷൻ ആയിട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഉച്ച സമയമാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇരുന്നിട്ട് ഒരാളിങ്ങനെ ഇരുന്ന് വെറുതെ ഇരുന്ന് ഒരു റേഡിയോ പോലെ സംസാരിച്ചാൽ കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ റിയാക്ഷൻസ് തമ്പായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തന്നെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മളുടെ പെർഫോമൻസ് ലെവല് ഏതെങ്കിലും രീതിയിൽ അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തിയില്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പൊ പറയണം, ഒരു കൊമോഡിറ്റിയുടെ എണ്ണം പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആകും. മാനേജ്മെന്റ് ഡിസൈഡ്സ് ടു ഗെറ്റ് എ ക്വാണ്ടിറ്റി ഓഫ് 50, ഒരു 50 യൂണിറ്റ് ഇന്ന സാധനം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൊമോഡിറ്റി ആണെന്ന് വെച്ചാൽ 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു എംപ്ലോയീസിനോട്. എന്നിട്ട് ആ ഒരു വീക്കിലാണ് കേട്ടോ, ഒരാഴ്ചയിൽ നിങ്ങൾ 50 യൂണിറ്റ് ഇന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു പറയുന്നില്ല. അപ്പൊ 50 യൂണിറ്റ് എന്ന് പറഞ്ഞ അവർ പറഞ്ഞു ആ 1 വീക്കിന്റെ എൻഡ്, അതായത് നമ്മുടെ ആ ഒരാഴ്ച അവസാനിക്കാറാകുമ്പോൾ മെയ്ഡ് സം അസസ്മെന്റ്. അവർ ചെന്നു നോക്കി പരിശോധിച്ചു വിലയിരുത്തി. അപ്പൊ കണ്ടെത്തിയത് അവര് 40 യൂണിറ്റ് മാത്രമാണ് ഈ ഒരാഴ്ച കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഗ്യാപ്പ് ഓഫ് 10 യൂണിറ്റ്സ്.
10 യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതെ അവരുടെ പെർഫോമൻസ് ലെവൽ ആ ഒരു ലെവലിലേക്ക് 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നിട്ട് അവരവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മാനേജ്മെന്റിന് മനസ്സിലാക്കാൻ സാധിക്കുക. ദാറ്റ് മീൻസ് 10 യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്നും കുറവാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ആ ഒരു 10 യൂണിറ്റിലേക്ക് കൂടി ആ പ്രൊഡക്ഷനെ അടുത്ത വീക്കിലെങ്കിലും എത്തിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള എൻകറേജ്മെന്റ് പ്രോഗ്രാമുകളൊക്കെ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. സോ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാനും പെർഫോമൻസ് ലെവൽ കൂട്ടാനും സോ ഇൻഡിവിജ്വലി പേഴ്സണലി ആ ഒരു എംപ്ലോയിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകാനും സാധിക്കും. ക്ലിയർ ആയോ ആ ഒരു പോയിന്റ്? മനസ്സിലായോ? എനി ഡൗട്ട്? ഇല്ലല്ലോ? ഒരു കുഞ്ഞു പോയിന്റ് ആണ് നമ്മൾ ഒരു എന്താ പറയാ ഓക്കെ ഒരു 33 തുടങ്ങിയത് 9 മിനിറ്റ് കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. അത് ഓർക്കുക നിങ്ങൾ. അപ്പൊ അത്രയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇനി എന്താണ് അടുത്തത്? ഇൻ വർക്ക് സിറ്റുവേഷൻ ഗ്രോത്ത് ഇൻവോൾവ്സ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഓക്കെ, നമുക്കറിയാം എന്ത് തരത്തിലുള്ള ജോലിയാണെങ്കിൽ നമ്മൾ വിചാരിക്കും പഠിച്ചുകൊണ്ടിരുന്നപ്പോ വിചാരിച്ചു ഈ അച്ഛനും അമ്മയൊന്നും പഠിക്കുന്നില്ല, പഠിക്കാൻ പോകുന്നില്ല, അവർക്ക് ജോലിക്കാൻ അവർക്ക് സുഖാണല്ലേ, എന്ത് രസമാണ്, അവര് കാലത്ത് തന്നെ എടുത്തൊരുങ്ങി അവര് ഡ്രസ്സൊക്കെ ചെയ്ത് ജോലിക്കൊക്കെ പോകുന്നു, എന്ത് സുഖം, അവർക്ക് പഠിക്കേണ്ടത് അല്ലെ നമ്മൾ അന്നത്തെ കാലത്ത് വിചാരിച്ചിട്ടാവും. പക്ഷെ ജോലി കയറി കഴിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലായത് ഇതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണുന്ന അത്രയും ഭംഗിയൊന്നും അതിനില്ല അല്ലെ. ഒരിക്കലൊക്കെ പോകുന്നത് വരുമ്പോൾ മാത്രം നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഒരു ഓർഗനൈസേഷൻ when you are working there will be lot of stress and strains. ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിൻസും ഒക്കെ പല രീതിയിലും ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിൽ നിന്നായിരിക്കാം, മാനേജ്മെന്റിൽ നിന്നായിരിക്കാം, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു പ്രത്യേക നേച്ചർ കൊണ്ടായിരിക്കും. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നവർക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിൻ ആയിരിക്കും അല്ലെ. ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ അക്കൗണ്ട് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, കാഷ്യർ ആയിട്ടിരിക്കുന്നവർക്ക് ജോലി നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേറിയ ജോലിയാണ്. നമുക്ക് ഒരു മര്യാദയ്ക്ക് സമാധാനമായിട്ട് പീസ്ഫുള്ളി നമുക്ക് ഒരു രാത്രി ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നമുക്ക് സാധിക്കില്ല അല്ലെ. തിരിഞ്ഞു പറയും നമുക്ക് അയ്യോ അവിടെ എന്ത് ചെയ്തിട്ടില്ല. സാധാരണ ജോലിക്ക് വരെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ടീച്ചേഴ്സിന് ഇന്ന പോർഷൻ തീർക്കണം, ഇന്ന ഡേറ്റിനുള്ളിൽ തീർക്കണം. ഓക്കെ, നമ്മളെപ്പോഴും ആ രീതിയിലൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഒരിക്കലും സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഏത് ജോലിക്കും, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് ക്യാൻ സെൽഡം ടേക്ക് പ്ലേസ് ഇൻ കംപ്ലീറ്റ്ലി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. തീർച്ചയായിട്ടും ഡെവലപ്മെന്റ് സാധ്യമാകണമെങ്കിൽ എന്തുണ്ടാകണം? നല്ല രീതിയിലുള്ള ഇത്തരം സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ സഹിച്ചേ പറ്റുള്ളൂ. ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒരിക്കലും ഒരു എന്തുണ്ടാവില്ല, ഒരു ഡെവലപ്മെന്റിനകത്ത് ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ നെഗറ്റീവ് മീനിങ്ങിലാണ് സെന്റൻസ് കൊടുത്തിരിക്കുന്നത്. ഡെവലപ്മെന്റ് ക്യാൻ സെൽഡം ടേക്ക് പ്ലേസ് ഇൻ എ കംപ്ലീറ്റ്ലി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഒരു നല്ല സമാധാന അന്തരീക്ഷമുള്ള സ്ഥലത്ത് ഒരിക്കലും ഡെവലപ്മെന്റ് സാധ്യം അല്ല എന്നാണ്. സെൽഡം എന്ന വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്. ഹാർഡ്ലി, സെൽഡം, നോൺ അല്ലെ, നോ, നോ വൺ എന്നൊക്കെ പറയുമ്പോ അത് ഒക്കെ നെഗറ്റീവ് മീനിങ് തരുന്നതാണെന്നൊക്കെ എവിടെയോ ക്ലാസ്സിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായോ എന്താന്ന്? അപ്പൊ ഒരു ഗ്രോത്ത്, അതുപോലെ തന്നെ ഓരോ വർക്കിംഗ് സിറ്റുവേഷനിലും നമ്മൾ പുരോഗമനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ പെയിനൊക്കെ സഹിക്കേണ്ടി വരും അല്ലെ. ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ, ജോലിയിൽ മാത്രമല്ല ജീവിതത്തിലും അങ്ങനെ തന്നെയാ. ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവർക്കാണ് നല്ല രീതിയിൽ ഓരോ പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുക. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ നമ്മളിലേക്ക് ഇതുപോലെയുള്ള ചില എന്താ പറയാ ആകസ്മികമായി കടന്നു വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിൽ നിന്നും ഓടി അകലുന്നവരല്ല ഒരിക്കലും വിജയിച്ചിട്ടുള്ളത്. അതിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി അതിനെ ഫേസ് ചെയ്ത് അത് അതിജീവിച്ച് മുന്നേറുന്നവരാണ് നാളെ ഒരു കാലത്ത് എന്ത് ചെയ്തിട്ടുള്ളൂ, അറിയപ്പെടുന്നവരായി മാറിയിട്ടുള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം. അറിയോ? മനസ്സിലായോ? മനസ്സിലായ? ഓക്കെ, നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അങ്ങനെ തന്നെയാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, an executive requires development throughout his work life and his professional career. ഒരു എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവലിലുള്ള ജോലിക്കാരൊക്കെ തീർച്ചയായിട്ടും അവരവരുടെ ജോലിയിൽ അവർ ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നവരാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്. എല്ലാവരും ഇന്ന് ഞാൻ ഈ പൊസിഷനിലാണ്, നാളെ ഇതിനേക്കാൾ ഉയർന്ന പടിയിലേക്ക് എനിക്ക് എത്തണം, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? അത് ആ മാനേജ്മെന്റിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെവർ എൻഡിങ് ആക്ടിവിറ്റിയാണ്. നാളെ ഇതിനേക്കാൾ നല്ല രീതിയിലും മാനേജ് ചെയ്യേണ്ട ഒരാളായി ഞാൻ മാറണം. സോ മാനേജ്മെന്റിന് ഒരു എന്താ പറയാ ഈ ഒരു പ്രോസസ്, ഈ പറയുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അതൊരു നോൺ എൻഡിങ് അല്ലെങ്കിൽ നെവർ എൻഡിങ് പ്രൊസീജിയർ ആണ്. ഡേ ബൈ ഡേ they are
ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ ദർ ഡെവലപ്മെന്റ്. ഓരോ ദിവസവും ദിനം പ്രതിയും മാസം പ്രതിയും അവരുടെ പ്രൊഫഷണലിസവും അതുപോലെ തന്നെ അവരുടെ ഇൻഡിവിജ്വലിസവും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഓരോ ആളുകൾ. സാധാരണക്കാർ അങ്ങനെ തന്നെ, എക്സിക്യൂട്ടീവ്സിന്റെ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ആ പോയിന്റിൽ ആ സെന്റൻസ് 2 സെന്റൻസ് ആയിട്ടുണ്ട്, അത് രണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, next one, growth cannot occur without involvement and participation. അപ്പോ വികസനം അല്ലെങ്കിൽ വളർച്ച വേണമെങ്കിൽ എന്ത് വേണം? അതിന് എന്ത് വേണം? പാർട്ടിസിപ്പേഷൻ, ഇൻവോൾവ്മെന്റ്. എല്ലാത്തിലും അവര് ഉള്ളിൽ കയറി പങ്കെടുക്കണം, ഇൻവോൾവ്ഡ് ആകണം. നോക്കി നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുക മാത്രമല്ല ചെയ്തത്. നമ്മുടെ ഓർഗനൈസേഷൻ ഡെവലപ്ഡ് ആകണമെങ്കിൽ നമ്മുടെ ഓരോ ഇടവും, ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഓരോ ഡിപ്പാർട്ട്മെന്റും ഡെവലപ്ഡ് ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ഇൻവോൾവ് ആകണം, നമ്മളുടെ പാർട്ടിസിപ്പേഷൻ കൊടുക്കണം. മാറി നിന്നിട്ട് എന്താ പറയാ പ്രസംഗിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മളും കൂടി എല്ലാവരും കൂടി പങ്കെടുക്കണം. അപ്പോഴാണ് ഗ്രോത്ത് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അതാണ് ലാസ്റ്റ് പോയിന്റ്. ഗ്രോത്ത് cannot occur without involvement and participation. ക്ലിയർ ആയോ? മനസ്സിലായോ? പോയിന്റുകൾ 3-4 പോയിന്റാണ് ഇപ്പൊ പറഞ്ഞത്. യെസ്, ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഗ്രോത്ത് cannot occur without involvement and participation. ഒന്ന് വായിച്ചു നോക്കിയാ 4 പോയിന്റ്. വായിച്ചു നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. സംശയമില്ലല്ലോ? സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇനി നമ്മള് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്, അല്ലെ? ട്രെയിനിങ് ആൻഡ് ഓക്കെ ശരിയായോ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ, അല്ലെ? അപ്പൊ ട്രെയിനിങ് ആൻഡ് ഓൾസോ ട്രെയിനിങ് മേക്സ് എംപ്ലോയീസ് പെർഫോം ബെറ്റർ, അല്ലെ? ഓരോ എംപ്ലോയീസിനും ഓരോ പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ ഒരു ഫിക്സഡ് ഡ്യൂറേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ ന്യൂ എംപ്ലോയീസിന് കൊടുക്കുന്നു, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനും പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ മെത്തേഡ്സ് ഒക്കെ ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യുമ്പോൾ then also they will be provided by training, അല്ലെ? തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ഈ ട്രെയിനിങ് അതെന്താണ്? അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ, അവരുടെ സ്കില്ല് നോളജ് വർദ്ധിപ്പിക്കാൻ ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. പെർഫോമൻസ് വർദ്ധിക്കാനും ട്രെയിനിങ് ഒരു പരിധി വരെ മാക്സിമം അത് സാധ്യമാകുന്ന ഒന്നാണ്. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് ഈ ചാപ്റ്ററിലെ. പെർഫോമൻസ് മാനേജ്മെന്റ്. ഈച്ച് ആൻഡ് എംപ്ലോയീസ് പെർഫോം അക്കോർഡിംഗ് ടു ദെയർ സ്കിൽ ആൻഡ് നോളജ്. ഓരോരുത്തരും അവരവരുടെ അറിവും അവരുടെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ജോലി ചെയ്യുന്നത്. അവരുടെ പെർഫോമൻസ് അതാണ്. ഇപ്പൊ എന്റെ കഴിവ് എന്താണോ, എന്റെ അറിവ് എന്താണോ അതനുസരിച്ച് ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഓർഗനൈസേഷൻ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയാണ് നമുക്ക് കിട്ടുക. മോസ്റ്റ്ലി അങ്ങനെയാണ്, അല്ലെ? അതല്ലാതെയും ചില ക്വാളിഫിക്കേഷൻസിനെ കൺസിഡർ ചെയ്യാതെ കിട്ടുന്ന ജോലികളുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ അത് അനുസരിച്ചുള്ള അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുകഴിയുമ്പോൾ നമ്മളത് അറിവുള്ളവരായി മാറും അതില്, അല്ലെ? നമ്മൾ അതനുസരിച്ച് പെർഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് എന്താണ്, ആ പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു ടൂളാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. സോ ദ മാനേജേഴ്സ് ഹാവ് ടു ഒബ്സർവ് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ അനലൈസ് ദ എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ദെയർ വർക്ക്. കൊടുത്തിരിക്കുന്ന ജോലി അവരെങ്ങനെ ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് അസസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ആ ഒരു ടൂൾ, അങ്ങനെ ചെയ്യുന്ന ആ ഒരു ടൂളിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുക. നമ്മളിവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിന്റെ ഒക്കെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അവരുടെ മെത്തഡ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ വേ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദ സ്റ്റുഡൻസ് ഇതെങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നു. അതിന് എല്ലാവരും വന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളൊരു ഓൺലൈൻ ക്ലാസ് ആണ്, മുറിക്കകത്ത് ഇങ്ങനെ അടച്ചു മുറിയുന്ന ക്ലാസ് എടുക്കുകയാണ്. ഇതിപ്പോ ആള് വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് വന്ന് നോക്കിയിരിക്കാൻ പറ്റില്ല, അല്ലെ? അതിന് എന്താകുമ്പോ അതുപോലത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുത്ത് നോക്കാം. എന്താണ് ടീച്ചറുടെ ക്ലാസ്സിൽ കൊടുക്കുന്നത്, അല്ലെ? ഏത് വേ ഓഫ് ടീച്ചിങ് ആണ് ടീച്ചറിനേത്,
അതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ഓരോരുത്തരെയും വിലയിരുത്താൻ പറ്റുക. അതുപോലെ ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും എംപ്ലോയീസ് അവർ ജോലി ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണം, അസസ് ചെയ്യണം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവരുടെ പെർഫോമൻസ് എത്തുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ, അതിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് മനസ്സിലായോ? ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്തുക, ഒബ്സർവ് ചെയ്ത് വിലയിരുത്തുക. അല്ലാണ്ട് ഇവിടെ അവർക്ക് കൊടുക്കുന്ന ജോലിയൊക്കെ അവർ കൃത്യമായി ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കിയിട്ട് അപ്പൊ അവരെല്ലാം വൃത്തിയായിട്ട് കൃത്യമായി ജോലി ചെയ്യുന്നു, അവരുടെ പെർഫോമൻസിന് അങ്ങനെയല്ല വിലയിരുത്തരുത്. കൃത്യമായി നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണം, ഹൗ ദേ ആർ ഡൂയിങ്, അല്ലെങ്കിൽ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് വെദർ ദേ ആർ ഗെറ്റിംഗ് ഓർ നോട്ട്, അവർ എത്തുന്നുണ്ടോ, അവർ റീച്ച് ചെയ്യുന്നുണ്ടോ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക്. ഇതൊക്കെ പരിശോധിക്കലാണ്, നിരീക്ഷിക്കലാണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫോമൻസ് മാനേജ്മെന്റ്സ് മെയിൻ എയിം ഈസ് ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് where the people can perform their best abilities. ഓരോ വ്യക്തികൾക്കും അവരുടെ ബെസ്റ്റ് എബിലിറ്റീസ്, അവരുടെ ഏറ്റവും നല്ല കഴിവുകൾ, ആ ഒരു ഹയസ്റ്റ് ക്വാളിറ്റി ഓഫ് വർക്ക് ഒക്കെ കൊടുത്ത് വളരെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യവും അന്തരീക്ഷവും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് പെർഫോമൻസ് മാനേജ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന എംപ്ലോയീസ് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തില് നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ജോലി എന്ന് അവര് ചെക്ക് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മളെ അസസ് ചെയ്യുന്നുണ്ട് എന്നൊരു ബോധ്യം എംപ്ലോയീസിന്റെ മനസ്സിൽ വന്നാൽ എന്ത് പറ്റും? ഓരോ ദിവസവും അല്ലെങ്കിൽ ദിനം പ്രതി അവരുടെ ജോലിയുടെ ആ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും നോക്കുള്ളൂ. ആരും നോക്കാനുള്ള അന്വേഷിക്കാനില്ല, അതൊന്നും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലൊക്കെ ക്ലാസ് എടുത്താൽ മതി, ആ മൈൻഡിലിരുന്ന് ക്ലാസ് എടുക്കുന്നു അല്ലെ, വേണ്ടത്ര രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കാതെ. ഞാനിപ്പോ ഇത് നമ്മുടെ ഈ ഒരു ജോബ് ആയതുകൊണ്ട് ഞാൻ ഈ ടീച്ചർ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ. എല്ലാ ജോലിയിലും അങ്ങനെ തന്നെ അല്ലെ. ഇപ്പൊ നമ്മൾ കണ്ണു തെറ്റിയാൽ ഉഴപ്പുന്ന ആൾക്കാരാണ് ഇല്ലേ? കണ്ണു തെറ്റിയാൽ നമുക്ക് ഉഴപ്പാൻ പറ്റൂലേ? എല്ലാവർക്കും ഒരു മാനേജ്മെന്റ് ഇല്ല എങ്കിൽ, മാനേജിങ് ആയിട്ടുള്ള ചെയ്യേണ്ട ചില ആളുകൾ ഇല്ല എങ്കിൽ പല സ്ഥലത്തും നമ്മൾ ഉഴപ്പും. നമ്മളുടെ കുട്ടികളൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യാണ്? അവരെ കൃത്യമായിട്ട് നമ്മളുടെ എന്താ പറയാ ഇതിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന സമയം പഠിക്കും, ഇന്ന സമയം ഇത് ചെയ്യും, അത് ചെയ്യും, നമ്മളെപ്പോഴും അവരെ ചുറ്റിപ്പറ്റിക്ക് നിൽക്കും. എന്ന് വെച്ചാൽ നമ്മുടെ കൺവട്ടത്ത് അവരെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുവന്നു. അതേസമയം ഇതൊന്നും ഇല്ല എങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളെ കൺവെർട്ടിച്ച് അവർക്ക് ചെയ്യാവുന്ന അവരുടേതായ കാര്യങ്ങളിലേക്ക് അവര് മുഴുകും. അപ്പൊ കൂടുതൽ സമയം അവർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ പറയും മാർക്ക് കിട്ടുന്നില്ല, അതാണ് നീ ഇതാണെന്നൊക്കെ പറയും ഇല്ലേ? അതുപോലെ ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നവര്, എംപ്ലോയീസ് എത്രത്തോളം ജോലി ചെയ്യുന്നു, they have to be supervised, observed and also assessed according to their job. അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി വൃത്തിയായി ചെയ്യുന്നുണ്ടോ, കൃത്യമായി ആക്യുറേറ്റ്ലി ചെയ്യുന്നുണ്ടോ, ക്വാളിറ്റി ഉള്ള ജോബ് ആണോ? വെറുതെ ചെയ്താൽ പോരാ, കിട്ടുന്ന ജോലിയുടെ ആ റിസൾട്ട് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇപ്പൊ വീണ്ടും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ ഞാൻ എന്താ പറയാ ആദ്യത്തെ 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഓക്കെയാണ്, ക്ലിയർ ആണ്, ഗുഡ് ആണ് എന്നൊക്കെ ചില ആളുകള് കുട്ടികൾ ഇങ്ങനെ കമന്റ് ചെയ്തു അല്ലെ. അതല്ല നിങ്ങൾ പറയണം, അയ്യോ ടീച്ചറെ ഇന്ന ടീച്ചർ എടുത്തിട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല, മനസ്സിലാകുന്നില്ല, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതെന്താ? ആ ഒരു പെർഫോമൻസ് അവരുടെ അത്തരം ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് ആ ലെവലിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. എല്ലാവരും ഒരുപോലെ ക്ലാസ്സുകൾ എടുക്കുന്നില്ല, ഓരോരുത്തർക്കും അവരുടെ വേ ഓഫ് സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ഉണ്ട് ഇല്ലേ? എല്ലാവരും ഒരുപോലെയാണോ ക്ലാസ് എടുക്കുന്നത്? അല്ല, ഓരോരുത്തരുടെയും രീതിയിൽ വ്യത്യാസമുണ്ട്. ഓരോ ആളുകളും എടുക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അത് എല്ലാം ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എല്ലാം ഗുഡ് ആണ്, അവരവരുടേതായ രീതിയിൽ അവർ ചെയ്യുന്നത് ഗുഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ജോബാണ് എന്ന് നിങ്ങൾക്ക് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതല്ല, എന്തൊക്കെയോ വന്ന് പറഞ്ഞിട്ട് പോകുന്നു, ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ആ രീതിയിലാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് എനിക്ക് റിപ്ലൈ തരുള്ളൂ, ഇന്ന ക്ലാസ് അത്ര പോരാ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന അത്തരം കാര്യങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റണം. ആ സ്റ്റാൻഡേർഡ് പെർഫോമൻസിലേക്ക് ഇവരെ എത്തിക്കാനായിട്ട് ബാക്കിയുള്ളവരെ നോക്കണം. അപ്പൊ അതിന് വിലയിരുത്തലുകള്, ഒബ്സർവേഷൻസ്, സൂപ്പർവിഷൻസ് അത് ക്രിയേറ്റ് ചെയ്യണം. എന്നാലാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ എംപ്ലോയീസിന്റെയും മനസ്സിലൊരു ബോധ്യം ഉണ്ടാകും, എന്ത്? വി ആർ ഓൾവേസ് ഒബ്സർവ്, നിങ്ങൾ നിരീക്ഷണത്തിലാണ്, നിങ്ങളുടെ പെർഫോമൻസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഉൾവിളി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. സോ ഇറ്റ് വിൽ ഇൻക്രീസ് അവർ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. അപ്പൊ നമ്മുടെ കാര്യക്ഷമതയും നമ്മുടെ ഇഫക്റ്റീവ്നെസ് ഒക്കെ നമുക്ക് കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരാനും അതിനുള്ള ഒരു കഴിവ് ഒക്കെ ഉണ്ടാകും. ആൻഡ് ഓൾസോ നമ്മളെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പെർഫോമർ ആക്കി ആ ജോലിയിൽ ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ഒരു കാര്യമൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
പെർഫോമൻസ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ആ സെന്റൻസ് രണ്ടും അണ്ടർലൈൻ ചെയ്യണേ. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ രണ്ട് സെന്റൻസ് ഞാൻ ഇത്ര നേരം കൊണ്ട് പറഞ്ഞത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? രണ്ട് സെന്റൻസ് വായിച്ചിട്ട്. രണ്ട് സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണെന്നും മറ്റേത് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എയിം എന്താണെന്നും. രണ്ടും രണ്ട് സെന്റൻസ് ആണ്. അതുകൊണ്ട് ഒന്ന് എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ്? അതൊരു ടൂളാണ്. ഒബ്സർവ് മാനേജേഴ്സിനെ ഒബ്സർവ് ചെയ്യാൻ, എംപ്ലോയീസിന്റെ വർക്ക് പെർഫോമൻസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ടൂളാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. അതിന്റെ എയിം എന്ന് പറയുന്നത് ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അതായത് എംപ്ലോയീസിന്റെ ബെസ്റ്റ് എബിലിറ്റി പുറത്തു കൊണ്ടുവരാനും അവരൊരു ക്വാളിറ്റി വർക്ക് ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യാനും ഒക്കെ എന്താ പറയാ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എയിം. ക്ലിയർ ആണല്ലോ രണ്ട് സെന്റൻസും? ഓക്കെ, ഇനി സോ അങ്ങനെ വരുമ്പോ പെർഫോമൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് എനേബിൾസ് ദ മാനേജേഴ്സ്. നോക്കുക, ഇതൊരു ടീം വർക്കാണ്. അതായത് മാനേജ്മെന്റ് ഇവരെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എംപ്ലോയീസ് അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിരീക്ഷണം ഇവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എംപ്ലോയീസ് ഉഴക്കും. അതാണ് കാര്യം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആളുകളും തമ്മിലൊരു ടീമായിട്ട്, അതായത് എംപ്ലോയീസിന്റെ നിരീക്ഷണം എപ്പോഴും എംപ്ലോയേഴ്സിന്റെ നിരീക്ഷണം എപ്പോഴും എന്തുണ്ട്, എംപ്ലോയീസിന്റെ പേരുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു I-to-I എക്സ്പെക്ടേഷൻ ആണ്. അതായത് എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള നേരിട്ട് അവരെ കാണുന്നു, അവരെ സൂപ്പർവൈസ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, അവരുടെ ജോലികൾ ഒക്കെ നോക്കുന്നു. ഇതൊക്കെ നോക്കുക. നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചാണ് എംപ്ലോയീസ് ജോലി ചെയ്യുന്നത്. നമ്മളുടെ ഗോൾ അവരുടെയും കൂടി ഗോൾ ആയിട്ടാണ് അവര് മനസ്സിലാക്കിയിരിക്കുന്നത്. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം, നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം, പിന്നെ അവരുടെ കരിയർ പ്രോഗ്രസ്, ഒരുപാട് കാര്യങ്ങൾ പെർഫോമൻസ് മാനേജ്മെന്റിൽ ഉണ്ട്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രാം വിച്ച് എനേബിൾസ് മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ്. മാനേജർമാരെയും എംപ്ലോയീസിനെയും ഒരുപോലെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിന്? ടു സീ I-to-I അബൌട്ട് എക്സ്പെക്ടേഷൻസ്. ഓരോരുത്തർക്കും അവരവരുടെ പ്രതീക്ഷകൾക്ക് അനുയോജ്യമായിട്ട് വളരുന്നുണ്ടോ? എംപ്ലോയർ ആയിക്കോട്ടെ, എംപ്ലോയി ആയിക്കോട്ടെ, അവരുടെ ഗോൾസ്, അവരുടെ കരിയർ പ്രോഗ്രസ് ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ വർക്ക്, ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജോലികളും, അങ്ങനെ മൊത്തത്തിൽ ഓവറോൾ കമ്പനിയുടെ ആ ഒരു വിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് പെർഫോം ചെയ്യണം. ഓക്കെ, മാനേജ്മെന്റ് പ്ലസ് എംപ്ലോയീസ്, അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി പരിശോധിച്ച് വൃത്തിയായ രീതിയിൽ അതിന് ഒരു എന്താ പറയാ ഒരു കമ്പനിയുടെ ഓവറോൾ ഗോൾ, ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത് മാനേജേഴ്സിനെ. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. കോമൺലി പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് മാനേജ്മെന്റ് വ്യൂസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ബോർഡർ വർക്ക് പ്ലേസ് സിസ്റ്റം. അതായത് എന്താ പറയാ, ഒരു വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു സിസ്റ്റത്തിന്റെ എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഒരുമിച്ച് എന്താ പറയാ നോക്കുക, വീക്ഷിക്കുക. അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് മറ്റു സെന്റൻസിൽ നമുക്ക് പറയാം. എല്ലാവരുടെയും പെർഫോമൻസ് ഓർഗനൈസേഷന്റെ ഗോൾസിൽ നേടിയെടുക്കാൻ വേണ്ടി വേണം. കുറച്ചു പേരെ വേണം, കുറച്ചു പേരെ വേണ്ട എന്നല്ല, എല്ലാവർക്കും ഒരുപോലെ പെർഫോം ചെയ്താലാണ് ഓർഗനൈസേഷന്റേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് രണ്ട് സെന്റൻസ് ആണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. അടുത്തത് കോൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഇത് നമുക്ക് എന്താണ് ഈ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതിന്റെ ലക്ഷ്യങ്ങളുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. സി, പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞത് ഒരു കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റമാണ്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ എന്റെ ജോലി ചെയ്യുന്നു, എന്റെ ജോലി ഞാൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു രീതിയാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ എന്താ, ടീച്ചറുടെ ജോലി അത്ര പോരാ, നമ്മുടെ ടീച്ചറിൽ നിന്ന് ഇത്രയല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, ഇത്രയും സ്റ്റാൻഡേർഡിലേക്ക് ടീച്ചർ എത്താനുണ്ട്. അതോ അതൊരു കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റമാണ്. അപ്പൊ എന്റെ പെർഫോമൻസ് അതുപോലെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ എംപ്ലോയീസിന്റെ ഒക്കെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ്. മീൻസ് ഇറ്റ് മേക്സ് എംപ്ലോയീസ് ടു സക്സസ്. അതായത് എന്റെ വിജയത്തിന്, എന്റെ ഡെവലപ്മെന്റിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ ഡെവലപ്മെന്റിന് അസിസ്റ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു എന്താകുന്നത് കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ എന്റെ പെർഫോമൻസ് പോരാന്ന് അറിഞ്ഞു ഞാനത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, യുവർ പെർഫോമൻസ് ഈസ് ബിലോ സ്റ്റാൻഡേർഡ്, ഈ ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്റ്റാൻഡേർഡിനേക്കാൾ വളരെ താഴെയാണ് നിന്റെ പെർഫോമൻസ് എന്ന് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ
എനിക്ക് എന്ത് തോന്നും, ഐ ഹാവ് ടു ബി സക്സീഡ് അല്ലെ, എനിക്ക് അതിൽ വിജയിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇതിനെ മറികടക്കണം, ആ സ്റ്റാൻഡേർഡിലേക്ക് തന്നെ എത്തണം. കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടേക്ക് ഞാൻ എത്തണം. ആ ഒരു ചിന്ത വരണം, മനസ്സിലായി? അതുകൊണ്ട് അതിന്റെ കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞ രീതിയിലാണ് എന്ത് ചെയ്തത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിന് എന്താണ് പറയാ, മാനേജേഴ്സിന്റെയും അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സും ആൻഡ് ഓൾസോ ദ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ്, ആരുടെയും എന്താ പറയാ ഇൻവോൾവ്മെന്റ് വേണം എംപ്ലോയീസിന്റെ. മാനേജർമാര് മാത്രം മതിയോ? പെർഫോമൻസ് മാനേജ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന ആൾക്കാർ മാനേജേഴ്സ് മാത്രമാണോ? മാനേജ് ചെയ്യുന്നത് മാനേജേഴ്സ് ആണ്. അല്ല, അതിന്റെ ഒപ്പം മാനേജേഴ്സ് നേരിട്ട് ചിലപ്പോ ഒബ്സർവ് ചെയ്യുന്നില്ല, അനലൈസ് ചെയ്യുന്നില്ല, അവര് പകരം എന്താ പറയാ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും. സൂപ്പർവൈസേഴ്സ് ആണ് എംപ്ലോയീസിന്റെ ജോലിയൊക്കെ എന്ത് ചെയ്യേണ്ടത്, സൂപ്പർവൈസ് ചെയ്യേണ്ടത്. സൂപ്പർവൈസർമാരെയും മാനേജ് ചെയ്യണോട്ടാവും, അത് വേറെ കാര്യം. അപ്പൊ മാനേജേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്. പക്ഷേ പിന്നെ ആരുടെയാണ് ആക്റ്റീവ് റോൾ? ആരാണ്? എംപ്ലോയീസ് ആണ്. ഞാനാണ് ആക്ട് ചെയ്യേണ്ടത്. അവർ നമ്മളെ നിരീക്ഷിക്കുകയാണ്, നമ്മളാണ് ജോലി ചെയ്യേണ്ടത്, നമ്മുടെ ജോലിയെ നിരീക്ഷിക്കുന്നവരാണ് അവര്. സോ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓർ ഇൻവോൾവ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ്, ഇതെല്ലാം കൂടി ചേർന്നാലാണ് എന്താണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് ഓൾസോ ആക്ച്വൽ ഇൻവോൾവ്മെന്റ് ഓർ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഇറ്റ് നോട്ട് ജസ്റ്റ് റിക്വയർസ് ഡിറക്ഷൻ. ഇറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇറ്റ് അവിടെ പെർഫോമൻസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഇറ്റ് ആ സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. പക്ഷെ ഇറ്റിന്റെ സ്ഥലത്ത് നിങ്ങൾ അവിടെ ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ ഇങ്ങനെ വായിക്കണം, പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് നോട്ട് ജസ്റ്റ് റിക്വയർ, സോറി, പെർഫോമൻസ് മാനേജ്മെന്റ് നോട്ട് ജസ്റ്റ് റിക്വയർസ് ഡിറക്ഷൻ. ആരെങ്കിലും ഡയറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, പിന്നെന്താ വേണ്ടത്? From the end, managers, supervisors, but also requires the active involvement of the employees. പിന്നെ ആര് വേണം? മാനേജർമാരുടെയും സൂപ്പർവൈസർമാരുടെയും എംപ്ലോയീസിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റും എല്ലാം ഒരുമിച്ച് വേണ്ടതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്. അല്ലാതെ ഡിറക്ഷൻസ് മാത്രമല്ല, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഈ രീതിയിൽ വരും എന്നൊക്കെ മാത്രം ഡയറക്റ്റ് ചെയ്താൽ മാത്രം പോരാ, അവര് ഇൻവോൾവ്ഡ് ആകണം അതിനകത്ത്, മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും എംപ്ലോയീസും. അതാണ് ആ സെന്റൻസിന്റെ മീനിങ്. ക്ലിയർ ആയോ? അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഒരു ഇത്. മനസ്സിലായോ? യെസ്. അപ്പൊ എന്താണ് ഇപ്പൊ ഈ പെർഫോമൻസ് മാനേജ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇത് മേക്സ് ഷുവർ ദാറ്റ്, അതായത് ഈ പെർഫോമൻസ് മാനേജ്മെന്റ് കൊണ്ട് എംപ്ലോയീസിനെ ഉറപ്പ് കൊടുക്കലാണ്. എന്താണ് ഉറപ്പ് കൊടുക്കുന്നത്? അബൌട്ട് ദെയർ കീ ഡ്യൂട്ടീസ്, അതായത് ജോബ് ഫങ്ഷൻസ്. ഓരോരുത്തരും എംപ്ലോയീസ് അവരവരുടെ ജോലി എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ജോലി എന്താണ്, പിന്നെ അവരുടെ പെർഫോമൻസ് ലെവൽ, ഇവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് ലെവൽ എന്താണ്, പിന്നെ അവരുടെ എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നത് അവരുടെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടേ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തി എന്നിട്ട് അവർക്ക് അതിന്റെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാം. എന്റെ പെർഫോമൻസ് വിലയിരുത്തി എന്നോട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടേ? ഞാൻ എന്റെ ടീച്ചറുടെ ക്ലാസ് അത്ര പോരാ, ടീച്ചർ കുറച്ചുകൂടി നന്നായി ക്ലാസ് എടുക്കാനുണ്ട്, ഈ രീതിയാണ് ആ രീതിയാണെന്നൊക്കെ എനിക്കല്ലേ പറഞ്ഞു തരണ്ടേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പണ്ടത്തെ പോലെ തന്നെ ഞാൻ ചെയ്യും, അല്ലെ? അതേസമയം എന്ത് ജോലിയാണോ കൊടുത്തിരിക്കുന്നത് ആ ജോലിയിൽ അവരുടെ പെർഫോമൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ഓർ കൺവെയ്ഡ് ടു ദം. അത് അവരില്, അതാണ് എന്നെയാണ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കുക. ആ ഫീഡ്ബാക്ക്, പെർഫോമൻസിന്റെ ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്, ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ആൻഡ് ഓൾസോ എന്താ പറയാ റേറ്റിംഗ് ലെവൽ ഓഫ് ദെയർ പെർഫോമൻസ്. അവരുടെ റേറ്റിംഗിന്റെ പെർഫോമൻസിന്റെ റേറ്റിംഗ്, നിങ്ങളുടെ പെർഫോമൻസ് എത്ര ലെവലുള്ളൂ, ഇത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാറുണ്ട്. ചില ആളുകളോട് പറയും നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ നല്ല ഹൈ ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും ഒത്തിരി ദൂരെയാണ് എന്നൊക്കെ പറയുക. ഇനി അതനുസരിച്ച് അവർക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, റിവാർഡ്, എന്തെങ്കിലും ബെനിഫിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാമാണ് ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന അവർക്ക് ഇൻഡിവിജ്വലി ഡെവലപ്ഡ് ആകാനും അവർക്ക് നല്ല നല്ല റിവാർഡുകൾ, ബെനിഫിറ്റുകൾ ഓർഗനൈസേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയീസിനെ എന്ത് കൊടുക്കുന്നത്, അവരുടെ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ആ ഒരു സെന്റൻസ് കുറച്ച് ലെങ്തി സെന്റൻസ് ആണ്. അതിനകത്തും ഇറ്റ് മേക്സ് ഷുവർ ദ എംപ്ലോയീസ് എന്നാണ്. ഇറ്റ് മാറ്റി അവിടെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് തന്നെ ചേർത്ത് വായിക്കണം. വായിക്കുമ്പോൾ ചേർത്ത് വായിച്ചാൽ മതി, സെന്റൻസ് അങ്ങനെ കിടന്നോട്ടെ. ഓക്കെ, ഇറ്റ് മേക്സ് ഷുവർ ദാറ്റ് എംപ്ലോയീസിന് പകരം
പെർഫോമൻസ് മാനേജ്മെന്റ് മേക്ക് ഷുവർ ദാറ്റ് എംപ്ലോയീസ് ആർ ഇൻഫോംഡ് അബൌട്ട് ദെയർ കീ ജോബ് ഫങ്ഷൻസ്. ഓരോരുത്തർക്കും അവരവരുടെ ജോബ് എന്താണ്, അതിന്റെ ഫങ്ഷൻസും, അതുപോലെ അവെയർ ഓഫ് ദ പെർഫോമൻസ് ലെവൽ, അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് ലെവൽ എന്താണെന്ന് ഇതൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ അവരിൽ നിന്ന് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് കിട്ടുക അവരുടെ പെർഫോമൻസിനെ കുറിച്ച്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അവരുടെ റേറ്റിംഗ് ഓഫ് ദെയർ പെർഫോമൻസ് ലെവൽ, പിന്നെ അവർക്ക് വേണ്ട റിവാർഡ്. ഇതെല്ലാം കറക്റ്റ് ആയിട്ടും അത് ജസ്റ്റ് ആൻഡ് ഫെയർ മാനറിൽ എന്ന് വെച്ചാൽ എന്താ, എല്ലാവരെയും ഒരുപോലെ കണ്ട് ആരോടും എന്താ പറയാ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാതെ എല്ലാം ചെയ്ത് അവരെ ഇതൊക്കെ നോക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് ഉറപ്പ് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം, അവിടെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് ചേർത്ത് വായിക്കണം. ഓക്കെ, now let's see what are the objectives. അപ്പൊ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ. അടുത്തത് ഇനി പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എൻഷുർ ദ ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം. ഓർഗനൈസേഷൻ ഒരു എന്താ പറയാ ഒരു സിസ്റ്റമാണ്, ഒരു സമ്പ്രദായമാണ്. എന്ന് വെച്ചാൽ ആ ഒരു സിസ്റ്റവും അതുപോലെ അതിന്റെ കൂടെ സബ് സിസ്റ്റം മാനേജ്മെന്റും അതിന്റെ എംപ്ലോയീസ് ആയിട്ടുള്ള സബ് സിസ്റ്റംസും എല്ലാം കൂടി ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, സമഗ്രമായ രീതിയിൽ ഫോർ അറ്റൈനിങ് ഒപ്റ്റിമം റിസൾട്ട് ഔട്ട്കം. ഓർഗനൈസേഷന്റെ മാക്സിമം ഔട്ട്പുട്ട്, മാക്സിമം ഔട്ട്കം, റിസൾട്ട്, പ്രോഫിറ്റ് എന്താണോ അത് ഉദ്ദേശിക്കുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി മാനേജ്മെന്റ് എന്ന് പറയുന്ന സിസ്റ്റവും അതുപോലെ തന്നെ സബ് സിസ്റ്റംസും കൂടി എല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യുക, ഓർഗനൈസേഷനെ ഒറ്റ ഒരു സിസ്റ്റമാക്കി മാറ്റുക. അത് മാറ്റുക അല്ലെങ്കിൽ അതിന് ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് സെന്റൻസ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. അതിനുശേഷം പിന്നെ കുറച്ച് മറ്റ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് ആ ഒരു സെന്റൻസ് തന്നിരിക്കുന്നത്. The main objective of performance management is to ensure that organization as a system and its subsystem work together. സിസ്റ്റവും സബ് സിസ്റ്റവും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. എങ്ങനെ? ഇൻ ഇന്റഗ്രേറ്റഡ് ഫാഷൻ, സമഗ്രമായ രീതിയിൽ ഫോർ അറ്റൈനിങ് ഒപ്റ്റിമം റിസൾട്ട് ഓർ ഔട്ട്കം. നല്ല രീതിയിലുള്ള മാക്സിമം റിസൾട്ട്, മാക്സിമം ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടി പ്രവർത്തിക്കുക. അതാണ്, അത് ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണട്ടാ. ഓക്കെ, നെക്സ്റ്റ് വൺ മേജർ ആയിട്ടുള്ള മറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായത് ഒക്കെ എന്താ പറയാ, മിക്കവാറും അധികം അങ്ങനെ ഈ വലിയ പോയിന്റുകളൊക്കെ നമുക്ക് കാണാപ്പാടം പഠിക്കാനായിട്ട് ഉണ്ടാവില്ല. എന്നാൽ ചിലതൊക്കെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തരും. അതുകൊണ്ടാണ് അങ്ങനത്തെ പോയിന്റ് വരുമ്പോൾ ഞാനൊന്ന് വായിച്ചിട്ട് അതിന്റെ മീനിങ് പറയുന്നത്. ബിക്കോസ് ആ സെന്റൻസുകൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുകയും വേണം, മനസ്സിലാവണം ഇന്ന കാര്യമൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തേക്കണം വേണം. പിന്നെ എന്താ പറയാ, നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയതുകൊണ്ട് അതങ്ങനെ അതിൽ നിന്നൊക്കെ എടുക്കുക എന്നുള്ളത് ഇത്രയും വലിയ പോയിന്റുകളായിട്ട് വരുന്നതുകൊണ്ട് ചിലപ്പോ പരീക്ഷയ്ക്കായിട്ട് നമുക്ക് വരിക. അപ്പൊ അതുകൊണ്ട് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടേ, അതുകൊണ്ടാണ് അത് വൺ ബൈ വൺ പോയിന്റ് വൈസ് വായിക്കുന്നത്. ഓക്കെ, പാരഗ്രാഫുകൾ നമ്മൾ അങ്ങനെ വായിക്കാറില്ല. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എംപ്ലോയീസ് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക് പെർഫോമൻസ് ആണല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഓർഗനൈസേഷന് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആ എംപ്ലോയിൽ നിന്നും ഇത്ര സ്റ്റാൻഡേർഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഇത്ര പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് അവരിൽ നിന്ന് 80% റിസൾട്ട് കിട്ടും. അവരെ നമ്മളിപ്പോ റിക്രൂട്ട് ചെയ്തതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് ഒരു 80% ആളിൽ നിന്ന് റിസൾട്ട് കിട്ടാം. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവർ ജോലി ചെയ്തോളും. ഒരു 80% പ്രതീക്ഷിക്കാം. ചിലരെ കാണുമ്പോൾ ചിലരുടെ പെർഫോമൻസും അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ക്വാളിഫിക്കേഷനോ മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇന്റർവ്യൂയിലൂടെയൊക്കെ അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 70% ആയിരിക്കാം. ചിലരിൽ നിന്ന് 50%, അതൊക്കെ വളരെ കുറവായിരിക്കും. കാരണം 50% ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ലെവലാണ് അല്ലെ. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി ഹൈ ആയുള്ളവരെയാണ് നമുക്ക് പിന്നെ റിക്രൂട്ട് ചെയ്തിട്ട് കുറെ ട്രെയിനിങ് കൊടുത്ത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചിലർ നമ്മൾ കാണുമ്പോൾ ഓ ഇതാണ് വളരെ സൂപ്പറാണ്, അപ്പൊ 100% റിസൾട്ട് കിട്ടും. ഒരിക്കലും നമ്മൾ 100% പ്രതീക്ഷിക്കാൻ പറ്റില്ല ഓർഗനൈസേഷന്. അപ്പൊ എംപ്ലോയീസിനെ പെർഫോമൻസ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ എംപ്ലോയീസിനെയും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇപ്പൊ വന്നപ്പോ ചിലപ്പോൾ 70% ആള് തരുന്നുള്ളൂ, 80% റിസൾട്ടേ ആളിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഓർഗനൈസേഷന്റെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്?
പെർഫോമൻസ് അവരിങ്ങനെ ആദ്യത്തെ ഒരാഴ്ച ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ സ്പെഷ്യലൈസ്ഡ്. നമ്മൾ ചെയ്ത ജോലി വീണ്ടും വീണ്ടും ചെയ്ത് നമ്മൾ അതില് വളരെ വിദഗ്ധരായി മാറും അല്ലെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, വിദഗ്ധരായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണടച്ചും കൂട്ടി ചെയ്യും ജോലി അല്ലെ. അപ്പൊ അതുപോലെ അപ്പൊ സുപ്പീരിയർ സ്റ്റാൻഡേർഡിലേക്ക് എംപ്ലോയീസിനെ എത്തിക്കാൻ പെർഫോമൻസ് മാനേജ്മെന്റിന് സാധിക്കുന്നു. മനസ്സിലായോ? മാനേജ് ചെയ്യണം, എന്നാലാണ് പോരായ്മകളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ആളോട് അത് കൃത്യമായി പറയുക. ആ പോരായ്മകളെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ എംപ്ലോയീസിന് അവസരം കൊടുക്കണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരോട്. ഇന്നതാണ് നിങ്ങളുടെ പോരായ്മ, ഇതൊന്ന് ക്ലിയർ ചെയ്തേ, ഇത് ക്ലിയർ ചെയ്താൽ യു വിൽ ബി 100% റിസൾട്ട് എംപ്ലോയി ആയിരിക്കും എന്ന ഫീഡ്ബാക്ക് അവരെ അറിയിക്കണം. അതാണ് അപ്പൊ ഒന്നാമത്തെ പെർഫോമൻസ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to enable the employees towards achievement of superior standards of work performance. ഓരോ എംപ്ലോയീസിന്റെയും വർക്ക് പെർഫോമൻസിന്റെ സുപ്പീരിയർ സ്റ്റാൻഡേർഡിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ലക്ഷ്യം. ക്ലിയർ ആയോ? മനസ്സിലായോ? Yes, next one, to help the employees in recognizing the knowledge and skills necessary for performing the job efficiently, as this would guide their focus towards performing the right task in the right way. അതായത് വീണ്ടും പറയുന്നു, എംപ്ലോയീസിന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു വേദി കൂടിയാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ എന്റെ കഴിവ് അതുപോലെ എന്റെ അറിവ് എത്രത്തോളം ഉണ്ട്, എന്നാൽ ആ ഓർഗനൈസേഷനിൽ അവർ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ഏത് നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, റൈറ്റ് വേയില് റൈറ്റ് ടാസ്ക്. എന്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്യണം, അത് കൃത്യമായ രീതിയിൽ ചെയ്യണം. അതിന് വേണ്ട അറിവും കഴിവൊക്കെ ആ എംപ്ലോയീസിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ അവർ പറയാണ് ടീച്ചറിന്റെ പെർഫോമൻസ് നമ്മൾ ഇത്രയാ പ്രതീക്ഷിച്ചത്, പക്ഷെ യു ആർ നോട്ട് അറ്റൈൻഡ് അപ് ടു ദാറ്റ്, നിങ്ങൾ അതിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മളെ അറിയിക്കുന്നു. ടീച്ചർ ഒന്ന് ഈ രീതിയിൽ ഒന്ന് മാറ്റി ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്ക് എന്ന് പറയുന്നു. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഞാൻ ശിരസ വഹിക്കുന്നു, മനസ്സിലാക്കി എന്റെ ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു റൈറ്റ് ഡിസിഷൻ വേറെ രീതിയിൽ മാറ്റി പിടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഞാൻ ആ സ്റ്റാൻഡേർഡ് ഫോക്കസ് ചെയ്ത് അയ്യോ അവർ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് എനിക്ക് എത്തണം എന്നുള്ള ആ ഒരു ടാസ്കിലേക്ക് പെർഫോമൻസിലേക്ക് ഞാൻ എത്തണമെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും ഞാനത് ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ചെയ്യുന്നു. അപ്പൊ വരുമ്പോ എന്താണ്, എന്റെ അറിവും കഴിവും ഞാൻ കൂടുതൽ ഉപയോഗിക്കുകയാണ്. ആ കൂടുതൽ ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് തന്നെയാണ്. കാരണം ആ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ എനിക്ക് കൂട്ടാൻ പറ്റിയത്. അല്ല, ഇതൊന്നും ആരും ഗൗനിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നു പോലുമില്ല. ടീച്ചറുടേതായ രീതിയിൽ എടുത്തുപോട്ടെ, നമുക്ക് ഇങ്ങനെയൊക്കെ മതി. അപ്പൊ ഞാൻ ഡെവലപ്ഡ് ആകില്ല അല്ലെ, എന്റെ സ്കില്ലും നോളജ് വർദ്ധിക്കില്ല. കാരണം എന്താ, ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇങ്ങനെ ഒരു പരമ്പരാഗതമായ രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നോ ചേഞ്ച്, എന്റെ സ്കില്ല് നോളജ് ഒന്നും മാറുന്നില്ല. കാരണം അവിടെ മാനേജ് ചെയ്യുന്നില്ല നമ്മുടെ പെർഫോമൻസ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ക്ലിയർ ആയോ? തേർഡ് വൺ, സോറി സെക്കൻഡ് വൺ മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ. തേർഡ് വൺ, enhancing the performance of employees by encouraging employee empowerment, motivation and implementation of an effective reward mechanism. അതെ, ഇനിയും പെർഫോമൻസ് മാനേജ്മെന്റിന്റെ മറ്റൊരു ലക്ഷ്യം എന്താന്ന് പറഞ്ഞാലില്ലേ, ഇവർക്ക് വേണ്ടത്ര ഇവരുടെ പെർഫോമൻസ് ഒക്കെ നോക്കി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് തീർച്ചയായും പ്രൊവൈഡ് ഇഫക്റ്റീവ് റിവാർഡ് കൊടുക്ക്. എന്ത് കൊടുക്കണം? നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള റിവാർഡ് കൊടുക്ക്. മറ്റുള്ളവർക്ക് പ്രചോദനമാണ് അപ്പൊ അല്ലെ. അത് നല്ല സൂപ്പർ ആയിട്ട് ആള് എല്ലാം കൊടുത്ത ജോലിയൊക്കെ ഭംഗിയായിട്ട് 100% റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ആളത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരെ എന്താ പറയാ, ഒന്ന് എന്താ പറയാ അനുമോദിക്കുക, കൺഗ്രാജുലേറ്റ് ചെയ്യുക. ആവശ്യമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചില റിവാർഡ് കൊടുക്കുക. കുഞ്ഞിതാണെങ്കിലും ചെറുതാണെങ്കിലോ അവരുടേതായ ഓർഗനൈസേഷന്റെ ആയ കപ്പാസിറ്റി അനുസരിച്ചോ ഒരു ചെറിയ പ്രതിഫലം, ചിലപ്പോ സാലറിയിൽ ചെറിയ ഇൻക്രിമെന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് കൊടുത്ത എന്തെങ്കിലും തരത്തിലുള്ള അഡീഷണൽ ബെനിഫിറ്റ് ആയിരിക്കാം. whatever it may be, എന്താന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പൊ അത് മറ്റുള്ള എംപ്ലോയീസിനെയും കൂടി എൻകറേജ് ചെയ്യിപ്പിക്കും. ആൾക്കത് കിട്ടിയല്ലോ, ആളത് ചെയ്തത് കൊണ്ടല്ലേ, അത്രയും പെർഫോമൻസ് കൊടുത്തത് കൊണ്ടല്ലേ ആൾക്കത് കിട്ടിയത്. സോ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആണ്, പ്രചോദനമാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ചില റിവാർഡ് മെക്കാനിസം ഒക്കെ കൊണ്ടുവരാമെന്ന് മനസ്സിലായ. പെർഫോമൻസ് കണ്ടാൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ പെർഫോമൻസ് മാനേജ്മെന്റ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് അതിന്റെ പിന്നിലുണ്ട്. ടു ഇംപ്രൂവ് ഓർ ടു എൻകറേജ് ദ എംപ്ലോയി എംപവർമെന്റ്, എംപ്ലോയീസിന്റെ പവർ വർദ്ധിപ്പിക്കുക, മോട്ടിവേറ്റഡ് ആക്കുക, എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള റിവാർഡ് മെക്കാനിസംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. ക്ലിയർ ആയോ?
മനസ്സിലായോ? ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? എൻഹാൻസിംഗ് പെർഫോമൻസ് എന്ന് പറഞ്ഞ ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. യെസ്, നെക്സ്റ്റ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ അടുത്ത ഒബ്ജക്റ്റീവ് ആണ് promoting a two-way communication system between the supervisors and the employee for clarifying expectations about the roles and accountabilities, discussing the functional organizational goals, offering regular and transparent feedback for improving employee performance and continuous coaching. അടുത്തതാണ് ഇതൊരു two-way communication system. നേരത്തെ പറഞ്ഞല്ലോ, വൺ വേ ആയിരിക്കരുത്. മാനേജ്മെന്റ് ഇങ്ങനെ കുറെ ജോലി അടിച്ചേൽപ്പിക്കുന്നു അല്ലെ, അവര് എങ്ങനെയെങ്കിലൊക്കെ ചെയ്തോട്ടെ, നമുക്ക് അതിന്റെ റിസൾട്ട് മാത്രം മതി എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അത് കാര്യമാണ് ഇന്നത്തെ കാലത്ത് നടക്കില്ലല്ല അല്ലെ. ഷുഡ് ബി എന്താ പറയാ, ഒരു ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. മാനേജ്മെന്റും അല്ലെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ല റിലേഷൻ തന്നെ, സൗണ്ട് റിലേഷൻഷിപ്പ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അവരെ കൂടി പരിഗണിക്കണം, എംപ്ലോയീസിനെ കൂടി നമ്മൾ പല കാര്യങ്ങളിലും പരിഗണിക്കണം. അപ്പോഴാണ് ഒരു എന്താ പറയാ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആകുക. ഇവിടെ സൂപ്പർവൈസേഴ്സ് എംപ്ലോയീസിന്റെ വർക്കൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നവരാണ് സൂപ്പർവൈസേഴ്സ്. സൂപ്പർവൈസേഴ്സും എംപ്ലോയീസും തമ്മിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താ, സൂപ്പർവൈസർമാര് എംപ്ലോയീസിന്റെ ജോലി സൂപ്പർവൈസ് ചെയ്യുമ്പോൾ പോരായ്മകൾ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാതെ ഇന്നത് നിങ്ങളുടെ കുറവാണ്, അതൊന്ന് മേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അടുത്ത സമയത്ത് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ പാടില്ല അല്ലെ, അടുത്ത ക്ലാസ്സിലെ ടീച്ചർ ചിലപ്പോൾ കുറച്ച് തിരുത്താറുണ്ട്, ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സൂപ്പർവൈസേഴ്സ് എന്താണോ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പെർഫോമൻസ് മാനേജ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താണോ അതനുസരിച്ച് അവരെന്ത് ചെയ്യണം, ക്ലിയർ ചെയ്ത് കൊടുക്കണം, ക്ലാരിഫൈ ചെയ്യണം എംപ്ലോയീസിന്. ഓക്കെ, സോ ദാറ്റ് അപ്പൊ എന്ത് ചെയ്യും, അവര് ഓരോ എംപ്ലോയീസ് അവരവരുടെ റോൾസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ജോബ്, ആ ജോബിനോടുള്ള അവരുടെ ഉത്തരവാദിത്വം, അതുപോലെ അവരുടെ റോളൊക്കെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും. അതൊക്കെ അവരോട് പറയണം, ഡിസ്കസ് ചെയ്യണം അവരോട്. സൂപ്പർവൈസർ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ഓക്കെ, അങ്ങനെയാണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഗോൾ, ലക്ഷ്യം, ഇതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മാത്രമല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് കൊടുക്കട്ടെ. എന്ന് വെച്ചാൽ എന്താ, മറയും എന്താ പറയാ ഒന്നുമില്ലാതെ, ഒളിവും മറവൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് അവരോട് പറയാം. ആൻഡ് ഇഫ് ദ എംപ്ലോയീസ് ഹാവ് ടു ഗിവ് സം റീസൺസ് ഫോർ ഇറ്റ്, ആ പെർഫോമൻസ് അവിടെ ഇച്ചിരി കുറഞ്ഞു പോയി, അതിനെന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായി പറയാനുണ്ടെങ്കിൽ എംപ്ലോയീസിന് അതിനുള്ള സാഹചര്യം കൊടുക്കുക, ട്രാൻസ്പെറന്റ് ആകുക. ട്രാൻസ്പെറൻസിയുടെ അർത്ഥം എന്താ, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കാണണം, അതാണ് ട്രാൻസ്പെറന്റ് ആകുക എന്ന് പറഞ്ഞാൽ അല്ലെ. അതിന് വ്യക്തത വേണം, വ്യക്തത വേണം. അത് എംപ്ലോയീസിന് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ അത് കേൾക്കുക, നമ്മൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. അത്രയും ട്രാൻസ്പെറന്റ് ആയിരുന്നു. സോ ദാറ്റ് എംപ്ലോയീസ് ക്യാൻ പെർഫോം ഇംപ്രൂവ് ദയർ പെർഫോമൻസ് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ടുള്ള കോച്ചിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ കോച്ചിങ്ങും വേണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. ക്ലിയർ ആയോ? സെന്റൻസ് കുറച്ച് ലെങ്തിയാണ്, പക്ഷെ സിമ്പിൾ ആണ് സാധനം. ഒന്ന് വായിച്ചു നോക്കാമോ? ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. പ്രൊമോട്ടിംഗ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു, രണ്ടാമത്തെ പോയിന്റ് ആൻഡ് നാലാമത്തെ പോയിന്റ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എല്ലാവരും തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കണം എന്നില്ല അല്ലെ. സയൻസ് ഒക്കെ പഠിച്ചവരില്ലേ ഇതിനകത്ത്? സയൻസ് ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചവരില്ലേ? ഇല്ല, എല്ലാവരും കൊമേഴ്സുകാരാണോ? ഉണ്ടോ ആരെങ്കിലും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നവരുണ്ടായിരിക്കും. കണ്ടോ, രജിത ബയോ സയൻസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആളുകൾ, അങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്ക് പെട്ടെന്ന് നമ്മുടെ ഈ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഹ്യൂമൻ റിസോഴ്സ്, ബിസിനസിനെ സംബന്ധിക്കുന്നത്. അതുമായിട്ടൊരു കോറിലേഷൻ ഉള്ള ഒരു സാധനമാണ് HR എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പൊ അത് പെട്ടെന്ന് അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്ക്. അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണേന്ന്. കുറച്ച് എന്താ പറയാ കൊമേഴ്സ് എടുത്തവർക്ക് ചിലപ്പോൾ ഇത്തിരി അയ്യോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നും. അവര് ചില കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കേട്ടിട്ടായിരിക്കും. ബിസിനസിനെ കുറിച്ച് കേട്ടേക്കുന്നതുകൊണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും കേട്ടിട്ടില്ലേ, അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ്, ഐഡന്റിഫൈങ് ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് പെർഫോമൻസ് ആൻഡ് ഓവർകമിങ് ദോസ് ബാരിയേഴ്സ് ത്രൂ കോൺസ്റ്റന്റ് മോണിറ്ററിംഗ്, കോച്ചിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻസ്. ഇനി എന്താണ് ഈ പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്?
ഇഫക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയാ പെർഫോമൻസിന് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് വൈ ദേ ആർ നോട്ട് പെർഫോമിംഗ് വെൽ, എന്തുകൊണ്ട് എംപ്ലോയീസ് ഇങ്ങനെ നന്നായി പെർഫോം ചെയ്യുന്നില്ല, അതിന് തടസ്സം നിൽക്കുന്ന എന്തൊക്കെ കാര്യമുണ്ട് അതൊക്കെ മനസ്സിലാക്കുക. അത്തരം ബാരിയേഴ്സിനെ നമുക്ക്, ആ തടസ്സങ്ങൾ നമുക്ക് നീക്കം ചെയ്യണം. നീക്കം ചെയ്യാണ്ട് ഒരു മുന്നിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സം നീക്കം ചെയ്യാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. വണ്ടിക്ക് പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, നമ്മൾ പോകുന്ന മാർഗം മധ്യ എന്തെങ്കിലും തടസ്സം കിടക്കുകയാണ്. സോ വി ഹാവ് ടു റിമൂവ് ദാറ്റ് തടസ്സം, അല്ലെ, ബാരിയർ. എന്താണ് തടസ്സമായി കിടക്കുന്നത്, അതേ നമ്മൾ ഇറങ്ങി വണ്ടി ഒതുക്കിയോ നടന്നു പോകണമെങ്കിൽ അതൊന്ന് തട്ടി മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് നടത്താനായിട്ട്, അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് ചെയ്യാനായിട്ട് എനിക്ക് എന്റെ നന്നായി പെർഫോം ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ പെർഫോമൻസ് അവിടേക്ക് വരാത്തതിന് പല കാര്യങ്ങളും എന്റെ ബാക്കിലുണ്ട് എങ്കിൽ അതെന്താണെന്ന് കണ്ടെത്തി അതൊക്കെ നീക്കം ചെയ്യുക. അതൊക്കെ കൃത്യമായിട്ട് നോക്കുക. എന്താണ് ആളുടെ ആ പെർഫോമൻസ് അത്രയാണ് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ വരാതെ അത് മോണിറ്റർ ചെയ്യുക. അതിന് വേണ്ട കോച്ചിങ് കൊടുക്കുക. അതൊക്കെ മാറ്റി അതിനൊക്കെ ഇല്ലാതാക്കി നല്ല രീതിയിലുള്ള കോച്ചിങ് കൊടുത്ത് നല്ല എന്താ പറയാ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, അല്ലെ. അതും പെർഫോമൻസ് മാനേജ്മെന്റിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. ക്ലിയർ ആയോ? ഐഡന്റിഫൈ ദ ബാരിയേഴ്സ് to effective performance and overcoming those barriers. Barrier means തടസ്സം, hindrance. Okay. Next one. Creating a basis for various administrative decisions, strategic planning, succession planning, promotions and performance based payment. ഇനി പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാം. എന്തിനാ? പെർഫോമൻസ് നോക്കി പെർഫോമൻസിനെ വിലയിരുത്തി പല കാര്യങ്ങളും തീരുമാനിക്കാം. എന്താ പറയാ, ചില കാര്യങ്ങളില് ചില മാനേജ്മെന്റ് രീതികളൊക്കെ കൊണ്ടുവരാം, അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനിങ് കൊണ്ടുവരാം, ചില അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് തീരുമാനങ്ങളൊക്കെ കൊണ്ടുവരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്ലാൻ ചെയ്യാനാ ഇവരുടെ ഇപ്പൊ ചില നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് പ്രൊമോഷൻ കൊടുക്കാം, അല്ലെങ്കിൽ പെർഫോമൻസിനെ ബേസ് ചെയ്ത് അവർക്ക് പേയ്മെന്റ് കൊടുക്കാം. സാധാരണ സാലറി ഇത്രയാണ്, പക്ഷെ പെർഫോമൻസ് കൂടിയാൽ യു വിൽ ബി പെയ്ഡ് മോർ. കണ്ട, അങ്ങനെ പറയുന്നു. നമ്മൾ എല്ലാവരും സാലറി ഇത്രയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇഫ് യുവർ പെർഫോമൻസ് ഈസ് അബവ് ദ എക്സ്പെക്ടഡ് ലെവൽ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ പെർഫോമൻസ് എങ്കിൽ തീർച്ചയായിട്ടും യുവർ പേയ്മെന്റ് വിൽ ബി മോർ. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പേയ്മെന്റ് കിട്ടും. അങ്ങനെയുള്ള എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ അത് കൊടുക്കുമ്പോഴും അതൊക്കെ കൊടുക്കാനൊക്കെ നമുക്ക് എന്ത് വേണം? പെർഫോമൻസ് എന്താണെന്ന് മാനേജ് ചെയ്ത് നോക്കണം, എന്നാലേ പറ്റുള്ളൂ. പെർഫോമൻസ് മാനേജ് ചെയ്താൽ നമുക്ക് പെർഫോമൻസ് ബേസ്ഡ് പേയ്മെന്റുകളോ പ്രൊമോഷൻസോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതിനെക്കുറിച്ച് പ്ലാനിങ് നടത്താനും പെർഫോമൻസ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്താൽ മാത്രമാണ് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ പോയിന്റ്? ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ, promoting personal growth and advancement in the career of the employees by helping them in obtaining the desired knowledge and the skills. അതായത് പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഗ്രോത്ത്, പെർഫോമൻസ് മാനേജ് ചെയ്യുന്നതിലൂടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിപരമായ വളർച്ച, പിന്നെ മാത്രമല്ല അഡ്വാൻസ്മെന്റ് ഇൻ ദയർ കരിയർ, അവരുടെ ജോലിയിലുള്ള അവരുടെ മുന്നേറ്റം, ജോലിക്കയറ്റം, മുന്നേറ്റങ്ങളൊക്കെ അതൊക്കെ എംപ്ലോയീസിന്റെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെയാ? അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടേതായ സ്കില്ല്, നോളജ് അത് വർദ്ധിപ്പിക്കുന്നതിലൂടെ. പെർഫോമൻസ് മാനേജ് ചെയ്ത് ഇവരുടെ പെർഫോമൻസ് ലോ ആയി കാണുമ്പോഴൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ച് എന്തുപറ്റും? ഇവരുടെ അറിവും കഴിവും അവർ വർദ്ധിക്കും. അറിവും കഴിവും വർദ്ധിക്കുമ്പോ അത് എന്തിലേക്ക് നയിക്കും? എന്റെ അറിവും കഴിവും വർദ്ധിച്ചാൽ എനിക്ക് നേട്ടം. ഇറ്റ്സ് ആൻ അസറ്റ് ഫോർ മീ. എന്റെ പേഴ്സണൽ ഗ്രോത്ത് ആണത്, വ്യക്തിപരമായ എന്റെ വികസനമാണ്, അല്ലെ? അതാഗ്രഹിക്കാതാരാ ഉള്ളത്? ലക്ഷ്യമാണ്. നമ്മള് ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ അറിവും ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമുക്ക് ചെയ്യാം, അല്ലെ? അപ്പൊ അതിന് എന്നെ പേഴ്സണൽ ഗ്രോത്ത് ആണ് സഹായിക്കേണ്ടത്. വ്യക്തിപരമായ വളർച്ച അതനുസരിച്ചാണ് ഉണ്ടാകുക. ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്തത് 2, 4 അവസാനത്തെ പോയിന്റ്. 2, 4, 7 കേട്ടോ. 2ാമത്തെ, 4ാമത്തെ, 7ാമത്തെ പോയിന്റ് ആണ് നമ്മള് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്നതിൽ അണ്ടർലൈൻ ചെയ്തത്. സോ ഇനി പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രോസസ്സാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് തിങ്സ്. അതായത് നമ്മുടെ മാനേജ്മെന്റ് പ്രോസസ്, പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രോസസ്സ്
അത് എങ്ങനെയാ നടക്കുക, പ്രോസസ്സിങ് എങ്ങനെയാ നടക്കുക എന്നുള്ളത് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ബേസ്ഡ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും എംപ്ലോയീസിന്റെ കാര്യങ്ങൾ, അവരുടെ പെർഫോമൻസ് വിലയിരുത്തി അവരിലേക്ക് തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എംപ്ലോയീസിന് അവരുടെ എന്താ പറയാ സ്കില്ലും നോളജും വർദ്ധിപ്പിച്ച് അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ ഒപ്പം വർക്ക് ടുഗദർ ആണ്, മാനേജ്മെന്റിന്റെ ഒപ്പം ജോലി ചെയ്ത് അത് അവരുടെ ജോലികളൊക്കെ റിവ്യൂ ചെയ്ത് മോണിറ്റർ ചെയ്ത് എംപ്ലോയീസിന്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യവും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ കാര്യങ്ങളാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിനകത്തുള്ളത് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. എംപ്ലോയീസിന് they can increase or enhance their skill and knowledge. They can also plan, monitor and review എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടെന്ന് പ്ലാൻ ചെയ്യാം, അത് മോണിറ്റർ ചെയ്യാം, അത് റിവ്യൂ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ ലോങ് ടേം ഗോൾസ് നേടിയെടുക്കാം. പിന്നെ എന്താ പറയാ ജോബ് ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ പാത്ത് എന്നർത്ഥം കേട്ടോ. ജോബ് പാത്ത് എന്ന് പറഞ്ഞാൽ ആ ജോലിൻ്റെതായ ഓരോ കാര്യങ്ങൾ, അതിന്റെ വഴികള് റൈറ്റ് പാത്തിലായിരുന്നു നമ്മുടെ ജോലിയൊക്കെ. പിന്നെ കോൺട്രിബ്യൂഷൻ ടു ദ കമ്പനിയിലേക്ക് ഉള്ള എംപ്ലോയീസിന്റെ ഓരോ കോൺട്രിബ്യൂഷൻസ്, ഇതൊക്കെ വിലയിരുത്തുന്നതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അത് ആ പ്രോസസ്സിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് പ്രോസസ്സിങ്ങിൽ വരുന്നത്. പ്ലാനിങ്, കോച്ചിങ്, റിവ്യൂയിങ് ആൻഡ് ആക്ഷൻ. പ്ലാനിങ്, കോച്ചിങ്, റിവ്യൂയിങ് ആൻഡ് ആക്ഷൻ മാനേജ്മെന്റ് പ്രോസസ്സിംഗ്, പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് കേട്ടോ. അതിൽ തന്നെ പ്ലാൻ ചെയ്യുന്നു, പിന്നെ അതിന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ അതിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നു, അവസാനം അത് ആക്റ്റീവ് ആക്കുന്നു, ആക്ഷൻ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തേത് പ്ലാനിങ് ആണ്. എന്താണ് മാനേജ്മെന്റ് പ്രോസസ്സിനകത്ത് വരുന്ന പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ്? അത് ഒന്നാമത്തേത് പ്ലാനിങ് ആണ്. ഇത് ഈസ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ്. ഒന്നാമത്തെ പ്രോസസ്സിലുള്ള ഒന്നാമത്തെ ഒരു സ്റ്റെപ്പാണ് പ്ലാനിങ്. എന്ത് കാര്യവും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു പ്ലാൻ ഇറ്റ് അല്ലെ. എന്ത് കാര്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് നേരത്തെ കൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യില്ലേ? നമ്മളൊരു ട്രിപ്പ് പോകുന്നു, അപ്പൊ അതിനെ കുറിച്ച് നേരത്തെ പ്ലാനിങ് ചെയ്യും. എവിടേക്ക് പോകണം, ഏത് വണ്ടി ഏൽപ്പിക്കണം, എത്ര ആളുകൾ ഉണ്ടാകും, എത്രയായിരിക്കും ഫണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഒരു ഓർഗനൈസേഷനിലാവുമ്പോൾ, ബിസിനസ് ഓർഗനൈസേഷനിലാവുമ്പോൾ അവിടെയും പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യണം. എംപ്ലോയീസിന്റെ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പ്ലാനിങ് നമ്മൾ നടത്തും. എന്താണ് നമ്മൾ അവരുടെ പെർഫോമൻസ് ഏത് രീതിയിലാണ് മാനേജ് ചെയ്യുന്നത്? സോ ഒരുപാട് കാര്യങ്ങൾ. സോ പ്ലാനിങ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ്ങിൽ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3 പോയിന്റ് ആയിട്ട്. ഏതൊക്കെയാണത്? ഡിഫൈനിങ് ദ സ്റ്റേജ്, ഫീഡ്ബാക്ക് ദ സ്റ്റേജ് ആൻഡ് ഓൾസോ ദ അപ്രൂവൽ സ്റ്റേജ് കേട്ടോ. 3 സ്റ്റേജസ് ആണ്. ആദ്യം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, ആ ഒരു സ്റ്റേജ് പ്ലാനിങ് സ്റ്റേജിനെ ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്, പിന്നെയാണ് അപ്രൂവൽ സ്റ്റേജ് വരുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേജസും പ്ലാനിങ്ങിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ വരെ നിങ്ങൾക്ക് വായിച്ചിട്ട് വരാം. ഇച്ചിരി പാടൊക്കെ പോലെ തോന്നും നമുക്ക്, കാരണം നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ആഴത്തിൽ കയറി ചെന്നാലാണ് കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടാണെങ്കിലും കുറച്ച് ഭാഗം നമ്മളൊന്ന് എടുത്തത്. ഇത് ദൂരം ഞാൻ എടുത്തിട്ടില്ല. ക്ലിയർ ആയോ? എടുത്തെടുത്തോളം വരെ മനസ്സിലായോ? മനസ്സിലായില്ലേ? ഒത്തിരി കൂടി ചോദിക്കട്ടെ. ഓരോ പ്രാവശ്യം ചോദിക്കുന്നത് ഓരോ പാരഗ്രാഫ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ 2-3 സെന്റൻസ് കഴിയുമ്പോഴും. ഓക്കെ, സോ അത്രയും വരെ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. സി യു അടുത്ത ദിവസം കേട്ടോ. താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു.